ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നരസിംഹാവതാരം. കുട്ടികളെ, നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ ശക്തമായ നരസിംഹാവതാരമാണ്. ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചത് വരാഹാവതാരത്തിലൂടെയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. തൻ്റെ അനുജനായ ഹിരണ്യാക്ഷനെ കൊന്നതിനാൽ ഹിരണ്യകശിപുവിന് വിഷ്ണുവിനോട് വളരെ ദേഷ്യവും പകയും ഉണ്ടായി. അതുകൊണ്ട് വിഷ്ണുവിനെ കൊല്ലുന്നതിന് ബ്രഹ്മാവിൻ്റെ അടുത്തു നിന്ന് വരം ലഭിക്കാൻ ഹിരണ്യകശിപു കാട്ടിലേക്ക് പോയി. കുറേ നാൾ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മരിക്കാതിരിക്കാനുള്ള വരം നൽകണമെന്ന് പറഞ്ഞു. എന്നാൽ ജനിച്ചാൽ ഒരിക്കൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ ലോകത്തുള്ള ഒരു ജീവിയും തന്നെ കൊല്ലരുത്, രാത്രിയും പകലും കൊല്ലരുത്, ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലും വെച്ച് കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത് എന്നീ വിശേഷപ്പെട്ട വരങ്ങൾ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് അതെല്ലാം നൽകി. അതോടെ അവൻ അഹങ്കാരിയായി തീർന്നു. കാട്ടിൽ തപസ് ചെയ്ത സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ശത്രുവായ ദേവന്മാർ അവൻ്റെ കൊട്ടാരത്തിലെത്തി അസുരന്മാരെ എല്ലാം വധിച്ചിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതുവിനെയും കൊണ്ട് ദേവലോകത്തേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് നാരദനെ കാണുകയും അദ്ദേഹം അനുനയ വാക്കുകൾ പറഞ്ഞ് കയാതുവിനെ മോചിപ്പിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഈ സമയം കയാതു ഗർഭിണിയായിരുന്നു. നാരദൻ അവൾക്ക് ഭഗവാന്റെ കഥകളും പുരാണങ്ങളും പറഞ്ഞു കൊടുക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരും ഭക്തിപരമായ കാര്യങ്ങളും നാമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. തപസ് കഴിഞ്ഞ് വന്ന ഹിരണ്യകശിപു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ആശ്രമത്തിൽ ചെന്ന് കയാതുവിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കയാതു പ്രസവിച്ചു. കുഞ്ഞു വളരാൻ തുടങ്ങി. ചെറുപ്പം തൊട്ടേ അവൻ വിഷ്ണുഭക്തനായി വളരാൻ തുടങ്ങി. അവന് പ്രഹ്ലാദൻ എന്ന പേരും നൽകി. വിഷ്ണുഭക്തി ഉണ്ടാകാൻ കാരണം നാരദൻ്റെ ആശ്രമത്തിൽ വെച്ച് കയാതുവിൻ്റെ വയറ്റിൽ കിടന്ന് കേട്ട ഭഗവാനെക്കുറിച്ചുള്ള കഥകളും നാമങ്ങളും കൊണ്ടായിരുന്നു. കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്ന് മഹർഷിമാർ പറഞ്ഞ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രഹ്ലാദന് ഭക്തിയുണ്ടായത്. എപ്പോഴും ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. മകൻ തൻ്റെ ശത്രുവിനെ പൂജിക്കുന്നതിൽ ഹിരണ്യകശിപുവിന് കോപവും ദേഷ്യവും ഉണ്ടായി. ഓം നമോ നാരായണ എന്നുള്ള അതിന് പകരം ഹിരണ്യായ നമ എന്നുള്ള മന്ത്രം ജപിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടി അതനുസരിച്ചില്ല. ഗുരുക്കന്മാരെ വിളിച്ചു വരുത്തി വിഷ്ണുഭക്തിയിൽ നിന്ന് ഇവനെ മാറ്റുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യാൻ അവരുടെ കൂടെ ഗുരുകുലത്തിലേക്ക് അയച്ചു. ഗുരുക്കന്മാരൊക്കെ ശ്രമിച്ചെങ്കിലും വിഷ്ണുഭക്തിയിൽ നിന്ന് കുട്ടിയെ മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയ കുട്ടി പിന്നെയും വിഷ്ണുഭക്തിയോടെ തന്നെ ജീവിച്ചു. ഇത് കണ്ട ഹിരണ്യകശിപു ഗുരുക്കന്മാരെ ശകാരിച്ചു. കുട്ടിക്ക് അച്ഛൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പിന്നെ കുട്ടിയെ ഉപദ്രവിച്ചും വിഷം കൊടുത്ത് കൊല്ലാനും മറ്റും പല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുഞ്ഞിനെ എല്ലായിടത്തും ഭഗവാൻ രക്ഷിച്ചുകൊണ്ടിരുന്നു. വരമെല്ലാം ലഭിച്ചതിനാൽ തന്നെ ഇനി ആരും കൊല്ലുകയില്ലെന്നുള്ള വിശ്വാസത്താൽ നാരായണ മന്ത്രം ഉച്ചരിക്കരുതെന്നും ഈ രാജ്യത്തെ രാജാവ് ഞാനാണെന്നും അതുകൊണ്ട് ഹിരണ്യാക്ഷ മന്ത്രം ജപിക്കാനും ജനങ്ങളോട് ആജ്ഞാപിച്ചുകൊണ്ട് നടന്നു. ദേവലോകം ആക്രമിച്ചു. ഒരു ദിവസം സന്ധ്യാസമയത്ത് പ്രഹ്ലാദനെ സ്നേഹത്തോടെ വിളിച്ച് നീ പഠിച്ചിട്ടുള്ള ശ്രേഷ്ഠമായത് എന്താണെന്ന് ചോദിച്ചു. ഭഗവാൻ നാരായണനോടുള്ള ഭക്തിയാണെന്ന് പറഞ്ഞു. തൂണിലും തുരുമ്പിലും വരെ ഭഗവാൻ ഉണ്ടെന്നും പറഞ്ഞു. ഇത് കേട്ട് കോപാകുലനായ ഹിരണ്യകശിപു നിൻ്റെ ഭഗവാനെ കാണട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ വാളെടുത്ത് കോപത്തോടെ തൂണിൽ ആഞ്ഞു വെട്ടി. അപ്പോൾ അതിൽ നിന്ന് ഇടിവെട്ടും വണ്ണം 8 ദിക്കുകളും പൊട്ടുമാർ അലറിക്കൊണ്ട് ഒരു ബീഭത്സമായ നരസിംഹരൂപം തൂണിൻ്റെ മധ്യഭാഗം പിളർന്ന് പുറത്തേക്ക് ചാടി. ഇത് കണ്ട പ്രഹ്ലാദൻ പേടിച്ച് കരഞ്ഞുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. അവസാനം മടിയിൽ വെച്ച് നഖങ്ങൾ കൊണ്ട് അവനെ വധിച്ചു. കിട്ടിയ വരമനുസരിച്ച് സന്ധ്യാസമയം പകലുമല്ല രാത്രിയിലുമല്ല ജീവികളല്ല നരസിംഹരൂപമാണ്. ആയുധം കൊണ്ടല്ല, നഖങ്ങൾ കൊണ്ടാണ് കൊന്നത്. ഭൂമിയിൽ വെച്ചല്ല, മടിയിൽ വെച്ചാണ് കൊന്നത്.
നരസിംഹം പിന്നെ കുടൽമാല പുറത്തെടുത്ത് രക്തം കുടിച്ചു. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ടും ഭഗവാന്റെ കോപം അടങ്ങിയില്ല. അവസാനം പ്രഹ്ലാദൻ സ്തുതിച്ചു. കോപം മാറി. ഭഗവാൻ എന്ത് വരം വേണമെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു. അടിയന് യാതൊന്നിനും മോഹമില്ല. ഭഗവാനെ കാണണമെന്നും പാപചിന്തകളും കാമക്രോധാദി വികാരങ്ങളും മനസ്സിലുണ്ടാകരുതെന്നും തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മുക്തി നൽകണമെന്നും പറഞ്ഞു. നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നീ അസുര രാജാവായി നീണാൾ വാഴട്ടെ. അത് കഴിഞ്ഞ് മുക്തിപദം നേടി എന്നിൽ ലയിച്ചുകൊള്ളുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു. അതുപോലെ രാജ്യഭരണമെല്ലാം ഭക്തിയോടുകൂടി നടത്തിയിട്ട് പ്രഹ്ലാദൻ ഭഗവാനിൽ ലയിച്ചു. കുഞ്ഞുങ്ങളെ, ഭക്തന്മാരെ ഏതാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുമെന്നും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഗർഭിണിമാരായിരിക്കുന്ന അമ്മമാർ ഭക്തിയോടെ ജീവിക്കുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നത് സൽസ്വഭാവികളായ കുട്ടികൾ ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കുമെന്നും മനസ്സിലായല്ലോ. കഥ ഇഷ്ടപ്പെട്ടോ? ഇനി നിർത്തട്ടെ. അടുത്ത അവതാര കഥയുമായി വരാം. ഹരി ഓം തത്സത്.